ഇന്നലെ രാത്രിയിലാണ് ഈ പ്രസംഗത്തെക്കുറിച്ച് മാസ്റ്റർ പറയുന്നത്. എങ്കിൽ ഞാൻ പ്രസംഗങ്ങളൊന്നും കൂടുതലായി എഴുതി തയ്യാർ ചെയ്തിരിക്കാറില്ല. എനിക്ക് മനസ്സിലേറ്റതായ കാര്യങ്ങൾ അല്ലാതെ വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന ഞാൻ ചിലപ്പോൾ നോട്ടിലേക്ക് അങ്ങനെയുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ എൻ്റെ മനസ്സിൽ ഓടി വന്നതായ ഒരു വചനം ഇപ്രകാരമാണ്. പൗലോസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ട് ആഗ്രഹങ്ങളാണ് ഇത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്. ആഗ്രഹമുള്ളവർ ഈ ആലയത്തിൽ ആരൊക്കെയുണ്ട്? ആഗ്രഹങ്ങളുള്ളവർ ഏറെയും ആൾക്കാർക്ക് എന്തുള്ള ആഗ്രഹമുണ്ട് അല്ലെ? എന്നാൽ ദൈവത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം നിലനിർത്തണമെങ്കിൽ നമുക്ക് ആത്മീയമായി വളരെയധികം ആഗ്രഹങ്ങളുള്ളവരായിരിക്കും. ഇന്ന് പൗലോസിന്റെ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ട് ആഗ്രഹങ്ങളെയാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വലിയൊരു പ്രഭാഷകനല്ല ഞാൻ. അപ്പോൾ ചിലപ്പോൾ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങളത് ചിന്തിച്ചെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്കതിന് ആമുഖമായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസിന്റെ ഒന്നാമത്തെ ആഗ്രഹം നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും കൊല്ലുക, അവരെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ആഗ്രഹം. ഒരു യഹൂദനെ സംബന്ധിച്ച് നാം നോക്കുമ്പോഴേക്കും തന്റെ മതത്തോടുള്ള ആ ഒരു എരിവ് ആർക്കുണ്ടോ? പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. പൗലോസിനെ കുറിച്ച് നോക്കുമ്പോൾ പൗലോസ് വളരെ വലിയ ന്യായ പണ്ഡിതനാണ്, വലിയൊരു പരീക്ഷനാണ്, ദൈവവചനങ്ങളെ കുറിച്ച് ആഴമായി പഠിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ പുതിയൊരു പ്രദേശം രൂപം കൊണ്ടുവരുന്നതായ സമയത്തിൽ അവിടുന്ന് യഹോവയായ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് വിപരീതമായി പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതായ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നത് ആർക്കിഷ്ടമായിരുന്നു? പൗലോസിന് ഇഷ്ടമായിരുന്നു അല്ലെ? ഇവിടെ പൗലോസിന് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പ്രവർത്തിച്ചു. ഇവിടെ ആദിമസഭ വളർന്നു വരികയാണ്. അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ വചനം സകല മനുഷ്യരും അറിഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ സ്വീകരിച്ചു വരുന്നതായ സമയത്തിൽ ഇവരുടെ ഇടയിൽ ചെറിയൊരു പിറുപിറുപ്പുണ്ടായി. എന്താണ് പിറുപിറുപ്പിന്റെ കാരണം? അവരുടെ വിധവമാരെ മാനിക്കുന്നില്ല എന്നുള്ളത് യവന ഭാഷക്കാര് യഹൂദന്മാരോട് പിറുപിറുക്കുന്നതായ ഒരു സംവിധാനമുണ്ടായി. അവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉചിതമായ ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ഇടയായതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താണ് തീരുമാനം എടുത്തത്? അവിടെ പന്തിരുവർ ഒന്നാമതായി പന്തിരുവർ എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. മതി. ഇവിടെ ദൈവദാസന്മാർ അപ്പോസ്തലന്മാരാണ് ആദ്യ സഭയെ പരിപാലിച്ചുകൊണ്ടും സഭയ്ക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിരുന്നത്. എന്നാൽ ജനം പെരുകുന്നത് കൊണ്ട് അനേക ജനങ്ങൾ എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു വരുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വിഷയം സഭയ്ക്കുള്ളിൽ വന്നതായുള്ള ഒന്നാം വിഷയം അവിടെ വിധവമാരെ മാനിക്കുന്നില്ല എന്നുള്ള വിഷയമാണ്. ആ വിഷയം നാം കൂടുതലായി പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു എങ്ങനെയാണ് ഇവിടെ വിധവമാര് കൂടേണ്ടതായ കാരണം. ദൈവിക ആലയത്തിൽ വിധവമാര് കൂടേണ്ടതായ കാരണം എന്ന് പറയുമ്പോൾ
ആദിമസഭ കടന്നുപോയതായ പ്രയാസഘട്ടങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തെ സ്വീകരിച്ച് മുൻപോട്ട് വരുന്നതായ കുടുംബത്തിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യും? അവിടെ നിന്ന് വകവരുത്തി കളയും. അവരുടെ മുമ്പിലിട്ട് തന്റെ കുടുംബത്തിലുള്ളതായ ആ ഗ്രഹനാഥൻ എന്ത് ചെയ്യും? അവർ കൊന്നുകളയും. അങ്ങനെ അനേക കുടുംബങ്ങൾ അനാഥരായി പോയത് കൊണ്ട് അവരെ എന്ത് ചെയ്തു? ആദിമസഭയിൽ അവരെ ചേർത്ത് അണയ്ക്കുകയാണ് പൗലോസ് ചെയ്തത്. നമ്മൾ സാക്ഷ്യം എന്ന് നാം കേട്ടിട്ടുണ്ട്, അല്ലെ? ഇന്ന് പലരും പല സാക്ഷ്യങ്ങൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സാക്ഷ്യത്തിന്റെ ഉത്ഭവം എവിടെ നിന്ന് നാം ചിന്തിക്കുമ്പോൾ, 1-ാം നൂറ്റാണ്ടിൽ ഈ കൂടി വരുന്നതായ വ്യക്തികൾ അവരുടെ ജീവിതാനുഭവം അവരുടെ സാക്ഷ്യമായി പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആരാധിക്കാൻ പോയപ്പോൾ അവിടെ എന്റെ ഭർത്താവിനെ ഞങ്ങളുടെ കൺമുന്നിട്ട് കൊന്നു കളഞ്ഞു. അവരുടെ ജീവിതാനുഭവം ദൈവമക്കളുമായി ഒരുമിച്ച് അവരിൽ നിന്ന് പ്രയാസപ്പെടുന്നതായ വ്യാകുലങ്ങളിൽ, ഒരുമിച്ച് അവർ ഭാരങ്ങളെ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ സാക്ഷ്യം പറയുകയാണ്. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ സാക്ഷ്യം എങ്ങനെയാണ്? ഇന്നത്തെ സാക്ഷ്യം ഇതോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരിക്കലും ബന്ധമില്ല, അല്ലെ? അപ്പോൾ നമ്മുടെ സാക്ഷ്യം ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നാം ദൈവത്തോട് നന്ദി പറയുന്നതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. ഇങ്ങനെയുള്ളതായ ആ സഭയിൽ വിധവമാരെ മാനിക്കുന്നില്ല എന്നുള്ളതായ പുതുപിറപ്പിനെ പൗലോസ് അവിടെ നിന്ന് ശ്രദ്ധാപൂർവം എന്ത് ചെയ്തു? അവിടെ നിന്ന് കൈകാര്യം ചെയ്തു. അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തി. ഞങ്ങൾ ഇനി ദൈവവചനം പ്രസംഗിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ മേശകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അത് തുടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് പറയുന്നത് അതൊരു തടയായി മാറും. അതുകൊണ്ട് നിങ്ങൾ ആരെ വിളിക്കണം? ദൈവത്തിന്റെ വചനം പറയുന്നവർ എന്താ പറയുന്നത്? അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലൻ 6:3. ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക, അല്ലെ? അപ്പോൾ മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവാലയത്തിൽ വരുന്നതായ വ്യക്തികൾക്ക് മറ്റു കാര്യങ്ങൾ നോക്കുവാൻ അപ്പോസ്തലന്മാരുടെ അവിടെ നിന്ന് 7 പേരെ തിരഞ്ഞെടുത്തതായി കാണുന്നു. ഇത് നമ്മുടെ ആലയത്തിൽ ദൈവിക ദാസന് പകരം ദൈവിക ദാസൻ ഇല്ലാത്തപ്പോൾ പ്രസംഗിക്കുന്നവർ ആരെ തിരഞ്ഞെടുത്തു? ഒരു സഭാമൂപ്പനെ തിരഞ്ഞെടുത്തു, അല്ലെ? അപ്പോൾ സഭാമൂപ്പനെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ആ ശുശ്രൂഷ ഇല്ലാത്തപ്പോൾ ആ കാര്യം നിർവഹിക്കുന്നതിനാണ്. എന്നാൽ അതുപോലെ തന്നെ ദൈവിക ആലയത്തിൽ നടക്കുന്നതായ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അല്ലെ? ശാബത്ത് സ്കൂൾ നടത്താൻ ശാബത്ത് സ്കൂൾ അധ്യക്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശാബത്ത് സ്കൂൾ പാഠം പഠിപ്പിക്കാൻ ടീച്ചർ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ മറ്റു ഓരോ കാര്യങ്ങൾക്കും തിരഞ്ഞെടുത്തിരിക്കുന്നതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ നടക്കുന്നതായ ദൈവിക കാര്യങ്ങൾ മുറ പോലെ മുടക്കം കൂടാതെ സന്തോഷത്തോടെ ഏക മനോഭാവത്തോടു കൂടി നടത്തുവാൻ തക്കവണ്ണമാണ് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരു വ്യക്തിയാണ്. ആരാണ്? സ്തേഫാനോസ്. സ്തേഫാനോസ് എന്ന് പറയുന്നതായ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആ സ്തേഫാനോസിനെയാണ് നമ്മൾ കൊന്നതായി പൗലോസ് കൊല്ലുവാനല്ലേ? പൗലോസ് അവന്റെ വകവരുത്തുവാൻ വേണ്ടി സപ്പോർട്ട് നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തെ, പുതിയ മാർഗക്കാരായ യേശുവിനെ വിശ്വസിച്ച് വരുന്നവരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി തന്റെ യഹൂദ പാരമ്പര്യം നിലനിർത്താൻ തക്കവണ്ണമാണ് പൗലോസിന്റെ ശൗലിന്റെ ജീവിതത്തിൽ ശൗൽ ആഗ്രഹിച്ചത്, അല്ലെ? അപ്പോൾ ഒന്നാമതായി തന്നെ ആഗ്രഹം എന്താണ്? ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? യേശു ഇതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. എന്താണ് മുന്നറിയിപ്പ് കൊടുത്തത്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ എന്താണ്
ഇത് നിങ്ങളോട് സംസാരിച്ചത്. അല്ലെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇടറി പോകാതിരിക്കാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ വചനങ്ങൾ നാം ഓർമ്മിക്കുക. ഈ അന്ത്യകാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം ഇടറിപ്പോകാൻ പാടില്ല. ദൈവത്തിന്റെ വചനം അനുസരിച്ച് തന്നെ നിൽക്കണമെന്നാണ് ദൈവം. അല്ലേ? അവിടെ എന്താ പറയുന്നത്? ഇടറിപ്പോകാതിരിക്കാൻ നിങ്ങളോട് പറയുന്നു, അവർ നിങ്ങളെ ഒന്നാമതായി എന്താക്കും? പള്ളി ഭ്രഷ്ടരാക്കും. പള്ളിയിൽ നിന്നും നിങ്ങളെ പുറത്താക്കി കളയും. ഇവിടെ സ്തേഫാനോസിനെ കുറിച്ച് പറയുമ്പോഴേക്കും അവരങ്ങനെയാണ് കാണിക്കുന്നത്. യഹൂദന്മാര് അവരുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, അല്ലെ? വലിയ പീഡനം ഉണ്ടാകും. ദൈവസഭയിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്താക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ സ്തേഫാനോസിന് എന്ത് സംഭവിച്ചു? സ്തേഫാനോസിനെയും യഹൂദന്മാരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് കുറ്റങ്ങൾ ആരോപിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നാം വായിക്കുമ്പോൾ അതിന്റെ 8ാമത്തെ വാക്യം എന്നാണ് പറയുന്നത്. അനന്തരം സ്തേഫാനോസ് ഒരു കാര്യം നാം മനസ്സിലാക്കുക. സ്തേഫാനോസിന് അവിടെ നിന്ന് ഒരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തത്. എന്താണ് കഴിവ് കൊടുത്തത്? അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ ഒന്നാണ്. എന്താണ്? ദൈവ കൃപ ലഭിക്കണം. അവിടുത്തെ ശക്തിയും നമുക്ക് വേണം. ദൈവത്തിന്റെ വചനം പറയുന്ന അന്ത്യകാലത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതായ ഒരു കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും. നിങ്ങൾ എന്ത് പറയണമെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്തുണ്ടാകും? കഷ്ടമുണ്ടാകും. നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുമെന്ന് യേശു അവിടെ മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട്, അല്ലെ? നമ്മുടെ ദൈവം പറഞ്ഞത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് ദൈവം പറയുമ്പോൾ ഈ ലോകത്തിലെ പ്രഭു എന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സുവിശേഷം കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നവർ അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? പിശാച്, ഈ ലോകത്തിന്റെ പ്രഭു മറച്ചു വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. എന്താണ് പറയുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം, അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ സുവിശേഷം ഈ ലോകത്തിൽ പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പ്രഭു അത് ചെയ്തിരിക്കുകയാണ്. അവൻ അവിശ്വാസികളുടെ മനസ്സ് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമില്ല എങ്കിൽ നാം എങ്ങനെയായിത്തീരും? നാം ഓരോരുത്തരും അവിശ്വാസിയായി മാറും. അവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ച് ഗ്രഹിക്കേണ്ട ബോധം അവന് കാണില്ല. വചനം എത്ര തന്നെ സംസാരിച്ചാലും, ദൈവത്തിന്റെ സുവിശേഷം അവൻ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും, ഈ ലോകത്തിന്റെ പ്രഭു അവന് ദൈവത്തിന്റെ സുവിശേഷം മറയാക്കി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും സുവിശേഷം കേൾക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാം ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കണം. കാരണം ഈ ലോകത്തിന്റെ സുവിശേഷത്തിലല്ല നാം ജീവിക്കേണ്ടത്. അവിടെ നിന്ന് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സുവിശേഷത്തിലാണ് നാം ജീവിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ അതിന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 42-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു, അല്ലെ? അപ്പോൾ ദൈവത്തെ, യഹോവയായ ദൈവത്തെ അവർ സ്നേഹിച്ചുവെങ്കിൽ പുത്രനെയും അവർ സ്നേഹിക്കുമായിരുന്നു, അല്ലെ? പുത്രനെയും അവർ സ്നേഹിക്കുമായിരുന്നു. പക്ഷേ അവർ പുത്രനെയും സ്നേഹിക്കുന്നില്ല.
നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 6-ാം അധ്യായം അതിന് തുടർന്നുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. അത് പോയിട്ട് അതിന്റെ 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നിന്ന് സ്തേഫാനോസ് നടത്തുന്നതായ ഒരു വലിയ പ്രസംഗം നമുക്ക് കാണാൻ. 7-ാം അധ്യായം മൊത്തവും അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുവിനെ കുറിച്ചും യഹോവയായ ദൈവത്തിനെ കുറിച്ചും അവിടെ നിന്ന് ജ്ഞാനത്തോടുകൂടി ദൈവത്തിന്റെ കൃപയോടുകൂടി അവിടെ നിന്ന് ഫലം കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി മുതൽ അവിടെ നിന്ന് സ്തേഫാനോസ് ചെയ്തു, അവർക്കത് തികച്ചു കൊടുത്തു. അബ്രഹാമിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, ജോസഫിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നീ പല നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യഹൂദന്മാർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ അവർ സ്തേഫാനോസിനെ നേരെ എന്ത് ചെയ്തു? പിറുപിറുത്തു. അവർ കള്ള കൂട്ടുകെട്ട് കൂടിക്കഴിഞ്ഞു. അവിടുന്ന് സ്തേഫാനോസ് എന്ത് ചെയ്തു? വകവരുത്തുവാൻ തക്കവണ്ണമിടയായി ദൈവത്തെ സാക്ഷീകരിച്ചത് കൊണ്ട്, യേശുവിനെ അവിടെ നിന്ന് മറ്റുള്ളവർക്ക് സാക്ഷീകരിച്ചത് കൊണ്ട്, യേശുവിലൂടെ ആ പാദം പിന്തുടർന്നുകൊണ്ട് സ്തേഫാനോസ് എന്ത് ചെയ്തു? അവിടെ ദാരുണമായ ഒരു മരണം സംഭവിച്ചു. ഇതെല്ലാം സംഭവിക്കുന്ന സമയത്തിലും സ്തേഫാനോസ് കുലുങ്ങിപ്പോയി. ഒരിക്കലും കുലുങ്ങിപ്പോയില്ല, അല്ലെ? അവൻ യേശുവിനെ അവൻ കാണാൻ തക്കവണ്ണമിടയായി. സ്വർഗ്ഗത്തിൽ പിതാവിന്റെ അടുക്കൽ ഇരിക്കുന്നതായ പുത്രനെ കാണുവാൻ തക്കവണ്ണം സ്തേഫാനോസ് ഇടയായി. അവിടെ സ്തേഫാനോസ് തന്റെ മരണത്തിലും അവസാനത്തെ വാക്കും പറഞ്ഞുകൊണ്ട്, ദൈവമേ ഇവർക്ക് ഈ പാപം കണക്കിടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസ് മരിച്ചു. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മനുഷ്യന്. ഈ മാതൃക എവിടെ നിന്നാണ് സ്തേഫാനോസ് പിന്തുടർന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ, അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ അവസാനത്തോളം അവൻ പറഞ്ഞു, യേശു എന്നാണ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായ കൊണ്ട് ദൈവമേ ഇവരോടും ക്ഷമിക്കണമേ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾ അവന്റെ മാതൃക പിന്തുടരണമെന്ന് പറഞ്ഞപ്പോൾ സ്തേഫാനോസ് എന്ത് ചെയ്തു? തന്റെ ജീവിതത്തിൽ അവനും പിന്തുടർന്നു. ആരുടെ പാത പിന്തുടർന്നു? യേശുവിന്റെ പാത. നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വലിയ മോഹമുള്ളവരാണ്. പൗലോസിന്റെ ജീവിതത്തിലും അവന്റെ ആദ്യത്തെ മോഹം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതായിരുന്നു. തുടർന്ന് നാം നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ അവന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് പൗലോസിന്റെ രണ്ടാമത്തെ ആഗ്രഹം. റോമാലേഖനം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. അവിടെ പൗലോസ് പറയുന്നതായ വാക്കാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് മരിക്കുന്നത് ലാഭവുമാണ്. അല്ലെ? ഇവിടെ സ്തേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നവൻ ഇവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, എന്നാൽ ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്കത് ലാഭമെന്നാണ് പറയുന്നത്. പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അവനെ അവിടുന്ന് ദൈവം വിളിക്കുന്നതായ സന്ദർഭത്തിൽ ആ വിളിച്ച സമയം മുതൽ അവൻ ദൈവത്തിന് എരിവോട് കൂടി നിൽക്കുന്നതായി കാണുന്നു. തന്റെ ജീവിതത്തിൽ തന്റെ രണ്ടാമത്തെ അനുഭവം ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു? മനുഷ്യനാണ്, അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. തിരുവചനങ്ങളെ കുറിച്ച് ആഴമായി പഠിച്ചപ്പോൾ പൗലോസിനും മനസ്സിലായി ഇതാരാണ് വന്നിരിക്കുന്നത്? അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള വിശ്വാസം തനിക്ക് വന്നപ്പോഴേക്കും ആ യേശുവിനെ സാക്ഷീകരിക്കുവാൻ പൗലോസ് തന്റെ ജീവിതം മാറ്റിവെച്ചപ്പോഴും താൻ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നുപോയി. എങ്കിലും താൻ എന്ത് ചെയ്തില്ല? താൻ ഒരിക്കലും ഇടറിപ്പോയതായി കാണുന്നില്ല. മരണത്തോട് ചോദിച്ചു, ഹേ മരണമേ, നിന്റെ ജയമെന്നാണ് ചോദിച്ചത്. മരണത്തെ ഒരിക്കലും താൻ പേടിച്ചില്ല. താൻ മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, ഈ ഭൂമിയിൽ നിന്നും ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണ്. പക്ഷേ ദൈവം എന്നിൽ അർപ്പിച്ചതായ ചില കാര്യങ്ങളുണ്ട്, അല്ലെ? എന്താണ്? തന്നെ ഏൽപ്പിച്ചതായ ആ ദൗത്യം, സുവിശേഷം എന്ന ദൗത്യം മറ്റുള്ളവരോട് പറയാൻ തക്കവണ്ണം ദൈവം അവനെ തിരഞ്ഞെടുത്തവനാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു, ജാതികളുടെ മധ്യേ അവർക്ക് ഒരു പാത്രമായിരിക്കുവാൻ തക്കവണ്ണം നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ലെ? പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് സകല
ജാതികളോടും പറയുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് പൗലോസിന്റെ ജീവിതത്തിൽ. അത് രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹം യേശുവിന് വേണ്ടി മരിക്കുക. അതുപോലെ തന്നെ റോമിൽ സുവിശേഷം സംസാരിക്കണം. റോമിൽ എന്ത് ചെയ്യണം? സുവിശേഷം സംസാരിക്കണം. റോമിൽ പോയി സംസാരിക്കണമെന്നാണ് ആരുടെ ആഗ്രഹം? പൗലോസിന്റെ ആഗ്രഹം. കാരണം റോമിൽ സ്പാനിഷിൽ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ സുവിശേഷം സകല ജാതികളും അറിഞ്ഞു എന്നാണ് പൗലോസ് വിചാരിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവ് വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ റോമൻ പട്ടണത്തിൽ പോയി സുവിശേഷം പറയണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പൗലോസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു സുവിശേഷകനായി ഒരിക്കലും റോമിൽ പോകാൻ കഴിഞ്ഞില്ല. റോമിൽ അങ്ങനെ പോയി ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. പക്ഷേ പൗലോസിന് കഴിഞ്ഞു. എങ്ങനെയാണ്? അവൻ എഴുത്തുകളിലൂടെ പറഞ്ഞു. അല്ലേ? നമുക്ക് റോമാലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഞാൻ ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെ? അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഏറെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വരാൻ തക്കവണ്ണം കഴിയുന്നില്ല. എനിക്ക് വരാൻ തക്കവണ്ണം കഴിയുന്നില്ല. പൗലോസിന്റെ ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ എപ്പോഴും നേരിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി മറ്റുള്ളവരോട് പറയണമെന്നോ എപ്പോഴും പൗലോസിന്റെ ജീവിതം നാം പരിശോധിക്കണം, കാണാൻ കഴിയും. പൗലോസിനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാൽ അവിടെ ശിക്ഷണം പറയും. അല്ലെ? കോടതിയിൽ കൊണ്ട് നിർത്തിയാലും അവിടെയും ശിക്ഷണം പറയും. അവിടുത്തെ കോടതിയിലെ ന്യായാധിപൻ പറയുന്നു, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യമായി ക്രിസ്ത്യാനി എന്ന വാക്ക് അവിടെ നാം ഉത്ഭവിച്ചത്. അല്ലേ? അപ്പൊ ക്രിസ്ത്യാനി നീ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ നോക്കുമോ എന്ന് കോടതിയിൽ നിന്ന് അവിടുത്തെ ന്യായാധിപനോട് ചോദിച്ചു. സുവിശേഷം പറഞ്ഞതായ വ്യക്തിയാണ് ആര്? പൗലോസ്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ എങ്ങനെയായിരിക്കും? നാം പ്രതിസന്ധി നിറഞ്ഞതായ സാഹചര്യത്തിൽ നാം കടന്നു പോകും. ഞാനൊരു കഥ ഇപ്രകാരമാണ് കേട്ടിട്ടുള്ളത്. ഒരു വലിയ ചിത്രകാരൻ, ആ ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതായ സമയത്ത് മനുഷ്യന് ഇഷ്ടമുള്ളതായ കളറുകളെല്ലാം വരയ്ക്കും. ആ മനോഹരമാക്കാൻ നടക്കണം. എന്നാൽ ചിത്രകാരൻ വരയ്ക്കുമ്പോൾ ഏറ്റവും ആരും ഇഷ്ടപ്പെടാത്തതായ കറുത്ത മഷി കൊണ്ട് എന്ത് ചെയ്യും? തന്റെ ചിത്രങ്ങൾ വരയ്ക്കും. എന്തിനു വേണ്ടിയാണ് ആ കറുത്ത മഷി കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്? അതിന് പൂർണ്ണത ലഭിക്കണം. അല്ലേ? കണ്ണിനും മുടിക്കൊക്കെ ആ പൂർണ്ണത കൊടുക്കണമെങ്കിൽ ആ കറുത്ത മഷി കൊണ്ട് വരച്ചാൽ മാത്രമേ ആ ചിത്രത്തിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലും പല പ്രയാസങ്ങളും പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നവരാണ്. നമ്മുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നാം ഓരോരുത്തരും ഇങ്ങനെ കടന്നു പോകണം. നാം ഓരോരുത്തരും പ്രയാസങ്ങളിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം. പൗലോസിന്റെ ജീവിതത്തിലും അപ്രകാരമാണ് ആരും കടന്നുപോയത്? പൗലോസ് കടന്നുപോയത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നതായ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അല്ലെ? ഇവിടെ ദൈവാത്മാവിൽ പറയുകയാണോ? ദൈവം തിരഞ്ഞെടുത്തവർക്ക് എല്ലാം നിർണയപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ആ ഭാരത്തിൽ പ്രയാസം നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ അപ്രകാരമുള്ള വാക്കുകൾ? എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. തടകൽ പാളയത്തിൽ കിടന്നുമ്പോൾ പൗലോസ് ഈ വാക്ക് പറഞ്ഞുവെങ്കിൽ നമ്മുടെ സമൃദ്ധിയിലും നമ്മുടെ കഷ്ടപ്പാടുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ വിളിച്ചിരിക്കുന്നതിലും സകലതും നന്മയ്ക്കായാണ്
നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കണം, എല്ലാം എന്തിനു വേണ്ടിയാണ്? എല്ലാം നന്മയ്ക്കായാണ് കൂടി വ്യാപരിക്കുന്നത്. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിലും നാം മനസ്സിലാക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം അത് 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ഇങ്ങനെയുള്ള കൽപ്പന വിടുകയാൽ അവനെ അകത്തെ തടവിൽ ആക്കി അവിടെ കാൽ ആമന്ത്രിട്ട് കൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടിസ്തുതിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ തന്റെ ആഗ്രഹം ദൈവത്തിന്റെ വചനം അതിഗംഭീരമായി മറ്റുള്ളവർക്ക് സുവിശേഷം പറയാമെന്നാണ്. എന്നാൽ അത് പറയുന്നതോടനുബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് ചില സ്ഥലങ്ങളിൽ പോകണം, ചില സ്ഥലങ്ങളിൽ പോകണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അതോടനുബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായി. അവിടെ നിന്ന് ഒരു വിശുദ്ധ ശബ്ദത്തിൽ തന്നെ ദൈവത്തിന്റെ ആലയം അന്വേഷിച്ച് നടക്കുന്നതായ സമയത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടെ നിന്ന് സ്ത്രീ കാണുകയും അല്ലെ, ആ സ്ത്രീ അവിടെ നിന്ന് ദൈവ ആത്മാവ് വചനം കേട്ട് അവൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ ദാസന്മാർക്ക് തന്റെ ഭവനം തുറന്നു കൊടുക്കുകയും ചെയ്തു. ലുദിയ എന്ന സ്ത്രീ അല്ലെ, ആ ഒരു വലിയ ഒരു ബിസിനസ്സുകാരിയാണ് ലുദിയ എന്ന് പറയുന്നത്. രക്താംബരം വിൽക്കുന്നവളാണ്. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു വചന വ്യാപാരി അത്തരത്തിലുള്ളതായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ടപ്പോൾ തന്റെ ഭവനം തുറന്നു കൊടുത്ത് ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി അത് മുഖാന്തരം പൗലോസ് താമസിച്ച് അവിടെ നിന്ന് ദൈവിക ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ അവിടെ നിന്ന് പൗലോസ് പോകുന്നതായ സമയത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായ ഒരു സ്ത്രീ അല്ലെ, ആ സ്ത്രീ എന്ത് പറഞ്ഞു? ഇവർ അത്യുന്നതന്റെ ദൈവത്തിന്റെ വചനങ്ങൾ പറയുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനോട് പറയുമ്പോഴേക്കും പൗലോസ് ആദ്യം ഒന്നും എന്ത് ചെയ്തില്ല, കേട്ടിട്ട് കേൾക്കാത്ത പോലെ പോയി. എന്നാൽ പൗലോസ് ദൈവാത്മാവ് നിറഞ്ഞവനായി ഒരു മുഷിഞ്ഞവളെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ ദുരാത്മാവ് പോയി. അപ്പോൾ ഇത്രയും കാലം അവൾ എന്താണ് സംസാരിച്ചിരുന്നത്? സത്യമല്ലേ സംസാരിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടം ഏതാണ്? ദുരാത്മാവ് പറയുന്നത് കേട്ടെന്ന് പോകുന്നവരാണ് അല്ലെ. ഇന്ന് ഭാവി പ്രവചനങ്ങൾ പറയുന്നവരെടുക്കലാണ് പോകുന്നത്. എന്നാൽ പൗലോസ് ദൈവാത്മാവ് നിറഞ്ഞവനായി ആ സ്ത്രീയെ മുഷിഞ്ഞെന്ന് നോക്കിയപ്പോൾ അവളുടെ ദേഹത്തുള്ളതായ ദുരാത്മാവ് എന്ത് ചെയ്തു? കടന്നുപോയി. അവൾ അവിടെ നിന്ന് അധിക ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പിന്നെ ഈ പൗലോസിന് അവിടെ എന്ത് ചെയ്തു? അവിടെ നിന്ന് പീഡനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പൗലോസിനെ കാരാഗ്രഹത്തിലിടുന്നതായി കാണുന്നത് അല്ലെ. തന്റെ ജീവിതത്തിൽ ആ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസ് എന്താണ് ചെയ്തത്? അതാണ് പൗലോസ് പറഞ്ഞത് അല്ലെ, ദൈവത്തെ വിളിക്കുന്നവർക്ക് സകലതും നിർണയപ്രകാരം എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് രാത്രിയിൽ എന്ത് ചെയ്തു? അവിടെ നിന്ന് നോക്കാം, 24 താഴെ വരുന്നത്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അവിടെ അർദ്ധരാത്രിയായപ്പോൾ ഒരു കാരാഗ്രഹത്തിൽ ഒരു തടവുകാരനായി കൈകാലുകൾ ആമത്തിലിട്ട് വെക്കുന്നതായ വ്യക്തികൾ അവർ എന്ത് ചെയ്തു? അവർ ദൈവത്തെ പാടി ആരാധിച്ചു അല്ലെ. അവർ ദൈവത്തെ പാടി ആരാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കടന്നു പോകുന്നവരാണെങ്കിൽ നമുക്ക് ആരോട് പ്രാർത്ഥിക്കാം? ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. തുടർന്ന് എന്താണ് വായിക്കുന്നത്? ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കുറച്ചുപേർ എന്ത് ചെയ്തു? അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ ആലയത്തിൽ അപ്രകാരമാണ് അല്ലെ, മറ്റുള്ള ആലയത്തിലാണ്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ എന്ത് ചെയ്യും? ചിലർ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും, എന്താണ് സംസാരിക്കുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത് അല്ലെ. ശ്രദ്ധിച്ച് അവർ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? കൂടാതെ പാടിയോ? ഒരിക്കലും അവർ പാടിയില്ല. അവർ പാടാൻ തക്കവണ്ണം പറഞ്ഞില്ല അല്ലെ. അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഇവരെന്താണ് ചെയ്യുന്നത്. ഈ കഷ്ടപ്പാടിനിടയ്ക്ക് ഈ കാരാഗ്രഹത്തിന് അകത്ത് കിടന്നുകൊണ്ട് ഇവർ പാടുന്നത് ഒരു കാരണമാണ് അല്ലെ. അവർ ദൈവത്തെ പാടി ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. അവിടെ തുടർന്ന് വാങ്ങാൻ വായിക്കുന്നത് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി.
വാതിലും കുലങ്ങി, വാതിലും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. അല്ലെ? അപ്പൊ പ്രാർത്ഥനയിൽ ഇവിടെ സംഭവിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ഭൂകമ്പമുണ്ടായി. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നതായ വ്യക്തികൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഉണർവും ഭൂകമ്പവും വേണം. എങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കുകയുള്ളൂ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത അനുഭവം പറയുമ്പോഴേക്കേ മനസ്സിലാവുള്ളൂ ഇവരങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇവർക്ക് ആ ഒരു പ്രയാസം അവർ കടന്നുപോയതെന്ന് മനസ്സിലാവും. നമ്മുടെ ആലയത്തിൽ നാം ശ്രദ്ധിക്കുന്നവരെ കൂട്ടത്തിലാകരുത്. നാം ആരുടെ കൂട്ടത്തിലാവണം? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ കൂട്ടത്തിലായിരിക്കണം. അല്ലെ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവരെന്ത് ചെയ്തു? അവർ പ്രാർത്ഥിച്ചു. എന്നാൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും അവർക്ക് എന്തും വേണം? ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു. അല്ലെ? ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്താണ് വായിക്കുന്നത്? അഴിഞ്ഞു വീണോ? കണ്ടിട്ട് മതി. ഇവിടെ ഇതെല്ലാം കണ്ടപ്പോൾ കാരാഗ്രഹ പ്രമാണം ചെയ്തു. അവൻ സ്വയം നശിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ രാത്രി നാം ചിന്തിച്ചതായ ഒരു വാക്യമുണ്ട്. എന്താണ്? ദുഷ്പ്രവർത്തിക്കാരൻ നീ ഒരിക്കലും മുഷിഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ നോക്കി നാം മുഷിഞ്ഞു പോകരുത്. ദൈവത്തിന്റെ വചനം അനുസരിക്കുക. അവന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പാകെ നാം മിണ്ടാതിരിക്കുക, നാം പ്രാർത്ഥിക്കുക, നാം പാടുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ചങ്ങലകൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അഴിഞ്ഞു പോകും. ആ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയും. എന്ത് പറയാൻ കഴിയും? സകലതും നന്മയ്ക്കായി. അല്ലെ? ഈ പ്രയാസഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയണം നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും? സ്തേഫാനോസിന് ലഭിച്ചതായ ദൈവകൃപ, ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. കാരണം ഈ ലോകത്തിന്റെ പ്രഭു അവൻ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തിരിക്കുകയാണ്? അവൻ മൂടി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ കൽപ്പനകൾ ഇന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും ശ്രമിക്കാൻ കഴിയാതെ ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ ചെകിടത്തെ കുരുടായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം തുടർന്ന് നാം വായിക്കുമ്പോഴെല്ലാം കാണും, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ചെവിക്കോ പരിചയമില്ല, നിങ്ങളുടെ വായിക്കോ പരിചയമില്ലാത്ത ജനം. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് പറയുന്നുവെങ്കിലും അത് നിങ്ങൾ പ്രമാണിക്കില്ല എന്ന് സ്തേഫാനോസ് പറഞ്ഞുകൊണ്ടാണ് തന്റെ മരണം ഇവിടെ സംഭവിക്കുന്നത്. പൗലോസിൽ നിന്ന് മനസ്സിലാക്കുക, സ്തേഫാനോസിൽ നിന്ന് മനസ്സിലാക്കുക, ദൈവത്തിന്റെ വിശ്വസ്തതയോടെ അവന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ ചുരുങ്ങിയ സമയങ്ങളായിരിക്കും ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തരായി നിൽക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.